കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഹോട്ടൽ ഉടമകളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അന്നം വിളമ്പുന്ന കൈകൊണ്ട് മുട്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് എറിയേണ്ട ഒരവസ്ഥയിലാണ് ഞങ്ങൾ. അതെന്തുകൊണ്ടാണ് എന്ന് ഒരുപക്ഷെ ഈ ധർണയും മാർച്ചും ഒക്കെ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ റോഡിലോട്ട് ഇറങ്ങേണ്ടി വന്നത്. അതിനൊരു ന്യായീകരണം പറയുകയാണെങ്കിൽ ഒരു ന്യായീകരണമല്ല, ഒരുപാട് ന്യായീകരണമുണ്ട്. ആദ്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസ് കിട്ടുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, വീട്ടിൽ ചമ്മന്തി അരച്ചാൽ എന്തോ പൊല്യൂഷനാണ് ഉണ്ടാകുന്നത്. ചമ്മന്തി അരയ്ക്കുന്നതിൽ പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദം വേണം എന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത്തരം പ്രസ്ഥാനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടിയേ പറ്റും. വീണ്ടും 2014 സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് ഇവിടെ അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട്. അതായത് സ്ട്രീറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരു ഭാഗത്ത് വെൻഡിങ് സോൺ എന്ന് പറയും, വെൻഡിങ് സോണിലോട്ട് മാറ്റണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ മേയർ ഒരു പ്രസ്താവന ഇറങ്ങി, ഞങ്ങൾ വെൻഡിങ് സോണൊക്കെ കണ്ടുപിടിച്ചു, അപ്പോൾ ഉടനെ അങ്ങോട്ട് മാറ്റും. ഇത് 2015 ഞാൻ കേട്ടതാണ്. അന്ന് ഇവിടെ സർവേ നടത്തിയപ്പോൾ വെറും 700 പേരെ ഉള്ളായിരുന്നു റോഡ് കച്ചവടക്കാർ. പക്ഷേ ഇന്നത് 7000 കഴിഞ്ഞിട്ടുണ്ട്. ഇവരിത് എവിടെ കൊണ്ടിരുത്തും? എടുത്തു മാറ്റിയാൽ പോലും വീണ്ടും അവിടെ വേറൊരാൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം ഇവർക്കുണ്ടോ? ഇല്ല. അപ്പോൾ നിയമങ്ങളുണ്ട്, നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ തട്ടുകട എന്നുള്ള പകുതി പ്രശ്നം മതിയാവും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? 1-2 പേരുടെ ജീവിതമാർഗം എന്നുള്ള രീതിയിൽ തുടങ്ങിയ തട്ടുകടകൾ അത് രാത്രി 8 മണിക്കായിട്ട് തുടങ്ങാനാണ് പറഞ്ഞത്. ഇപ്പം രാവിലെ 11 മണിക്ക് തട്ടുകട തുടങ്ങുക. അത് 10-15 പേരാണ് ഒരു തട്ടുകടയിൽ വർക്ക് ചെയ്യുന്നത്. ഇതും കഴിഞ്ഞിട്ടിപ്പോൾ ജനറേറ്റർ വെച്ചാണ് തട്ടുകട. നമ്മളൊക്കെ കാണുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഈ പോക്ക് ഇങ്ങോട്ടാണ്. അപ്പോൾ വ്യവസ്ഥാപിതമായിട്ട് നടത്തുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ സർക്കാരിന് നഷ്ടപ്പെടുകയാണ്. അത് സർക്കാർ മനസ്സിലാക്കുന്നില്ല. 12ഓളം നിയമങ്ങൾ, അതിൻ്റെ അനുവാദം, ഇതെല്ലാം മേടിച്ചുകൊണ്ടാണ് ഒരു ചെറിയ പ്രസ്ഥാനം നടക്കുന്നത്. പക്ഷേ ഈ തട്ടുകടയ്ക്കോ യാതൊന്നും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതിഷേധ സൂചകമായി ഞങ്ങളും ഇനി തട്ടുകട നടത്തേണ്ടി വരും എന്നൊരു സൂചന തരുന്നത്. വളരെയധികം പ്രയാസപ്പെട്ട ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഹോട്ടൽ മേഖല, അല്ലെങ്കിൽ ബേക്കറി, മറ്റ് ഇതര ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകളെല്ലാം. കാരണം നിലവിൽ നമുക്ക് ലൈസൻസുകളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നു. കാരണം നിലവിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ തരണം ചെയ്തു. അതിൻ്റെ കൂടെ നമുക്ക് ലൈസൻസ് കൂടി തരുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ? നമുക്ക് ഈ ഒരു ചെറിയ സമരം നമ്മൾ ചെറിയ രീതിയിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതമാണ്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഈ മേഖലയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒട്ടനവധി നേരിട്ടും അല്ലാതെയും കൊടുക്കുന്ന തൊഴിൽ. കാരണം അവർ ഈ സാധനങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ മേഖലയിൽ ഞങ്ങളുടെ ഒരു പ്രസക്തി അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം വിശദമായിട്ടെല്ലാം നമ്മുടെ ജനറൽ സെക്രട്ടറി സംസാരിക്കും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കാരണം ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർബന്ധമാക്കിക്കൊണ്ട് നമ്മളെ എങ്ങനെ ലൈസൻസ് മുടക്കാം എന്നുള്ളതാണ് ആദ്യമായി ഈ സർക്കാരുകൾ നോക്കുന്നത്. കാരണം നമുക്ക് 1-1.5 സെന്റോ അല്ലെങ്കിൽ 1 മുറിയോ 2 മുറിയോ കടയ്ക്ക് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അത് അവരവർ തന്നെ സംസ്കരിക്കണം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ചുകൊണ്ട് പറ്റൂ എന്നുള്ളത് വല്ലാത്തൊരു നിയമമാണ്. സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളുടെ സമരം ഈ സൂചനാ സമരം മാത്രമാണ്. സാധാരണക്കാരുടെ കാര്യങ്ങൾ പോലും ഇടപെടാതെ, കാരണം ഈ കമ്പോളത്തിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആരും ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗതി എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും
ഈ സമരങ്ങള് ഞങ്ങളുടെ ഒരു ചെറിയ സമരം മാത്രമാണ്, തുടക്ക സമരമാണ്. ഞങ്ങൾ കേരളം മൊത്തം അടച്ചിട്ടിട്ട് പൊതു സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ പറ്റുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഈ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാക്കണം. ഈ സമരത്തിന് വിജയം നമ്മള് കണ്ടേ അവസാനിക്കൂ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി 14 ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തുന്ന സമര പ്രഖ്യാപനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൊല്ലത്ത് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഈ രീതിയിലുള്ളൊരു സമര പ്രഖ്യാപനവും സമര കൺവെൻഷനും നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഹോട്ടൽ മേഖല അല്ലെങ്കിൽ ഭക്ഷണ വിതരണ മേഖല, ബേക്കറി അടക്കമുള്ള ഭക്ഷണ വിതരണ മേഖല സാധാരണ സാഹചര്യത്തിൽ ഒരു സമര പ്രഖ്യാപനവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാറില്ല. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ കടമകൾ മറക്കുകയും സമൂഹം നേരിടുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പോലുമുള്ള കാര്യങ്ങൾ അവർ മറന്നു പോവുകയും ചെയ്യുമ്പോൾ അവരെ അത് ഓർമ്മിപ്പിക്കുവാനും സമൂഹത്തെ ഉത്തേജിപ്പിക്കുവാനും ഒപ്പം തന്നെ ഒരു മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ഒരു സാമൂഹിക സംഘടന എന്ന രീതിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു സമര പ്രഖ്യാപനവുമായിട്ട് ഞങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, യാതൊരു കാരണവശാലും ഇത് ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള സമരമല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊള്ളട്ടെ. കാരണം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉള്ള ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ കേരളത്തിലെ വ്യാപാര സംഘടനകളിൽ ഏറ്റവും പ്രമുഖമായ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. കോവിഡ് കാലത്തും അതിനുശേഷവും ഉണ്ടായ വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിലെല്ലാം സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിലെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സമൂഹത്തോടൊപ്പം നിന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഇവിടെ ഞങ്ങൾ വില കൂട്ടുന്നതിന് വേണ്ടി സ്വന്തം ഉത്തരവാദിത്തം മറന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരു സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടനയല്ല. ഇവിടെ ചില കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇതേപോലുള്ള ഒരു ധർണ ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ രീതിയിലുള്ള സമര പ്രഖ്യാപനങ്ങൾ വിവിധങ്ങളായ MLA-മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ സമരമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ 3-4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് സമൂഹം നേരിടുന്ന വിലക്കയറ്റം തന്നെ. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ബിരിയാണിയടക്കമുള്ള പച്ചക്കറികളടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം. സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും മറ്റും വില കൂടുമ്പോൾ ഒരു കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന ഗുണം എന്ന രീതിയിൽ നമുക്കത് സഹിക്കാൻ യാതൊരു വിഷമവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇല്ല. എന്നാൽ ഇവിടെ കർഷകർക്ക് യാതൊരു വിധ കൂടുതലും കിട്ടാതെ, അതുകൊണ്ട് കർഷകർക്കൊരു ഗുണവും കിട്ടാതെ ഇടത്തരക്കാർ കൊള്ളലാഭം ചെയ്തുകൊണ്ട് കൃത്രിമമായിട്ട് വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ന് കേരളത്തില് തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ആ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുമ്പോൾ ഒരു സാധാരണ ചെറുകിട ഹോട്ടലിൽ പോലും ഏതാണ്ട് 2000-2500 രൂപ അധിക ചെലവാണ് വരുന്നത്. ബിരിയാണി അരിക്കാണെങ്കിൽ 100-ൽ നിന്ന് 210 രൂപയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. സാധാരണ കൈമ അരി എന്ന് പറയും, കൈമ അരിയാണ് മിക്കവാറും ജില്ലകളിൽ ഉപയോഗിക്കുന്നത്. ചില ജില്ലകളിൽ മറ്റുള്ള അരികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കൈമ അരിയുടെ വിലക്കയറ്റം എന്ന് പറയുന്നത് ഇരട്ടിയിലധികമാണ്. നമുക്ക് ബിരിയാണി അരിക്ക് ഇരട്ടിയിലധികം വില വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? ഇവിടെ ഹോട്ടൽകാർ നിസ്സഹായരാണ്, ബിസിനസ് വളരെ കുറവാണ്. കാരണം എന്താണ് ബിസിനസ് കുറയാൻ? സമൂഹത്തിൽ സാധാരണക്കാരുടെ കയ്യിൽ കാശില്ല. അങ്ങനെ കാശില്ലാതെ വരുന്ന സാധാരണക്കാർക്ക് വലിയൊരു വിലക്കയറ്റം സമ്മാനിക്കാൻ ഒരു സാമൂഹിക സംഘടന എന്ന രീതിയിൽ KSRക്ക് സാധിക്കില്ല. ഇവിടെ എന്താണ് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത്? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുവാനും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഹോട്ടലുകൾ അനധികൃതം കഴിഞ്ഞ ഒരു വർഷം 12,000-ലധികം ഹോട്ടലുകളാണ് അടച്ചുപൂട്ടി പോയിട്ടുള്ളത്. ഇതൊക്കെ സമൂഹം കാണേണ്ട കാഴ്ചകളാണ്. ഒരു വശത്തുകൂടെ സൗഹൃദ വ്യവസായ സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൽ മുഴുവൻ വ്യവസായങ്ങൾ കൊണ്ടുവരാനായിട്ട് ഏറ്റവും ബഹുമാന്യനായ ശ്രീ രാജീവ് മിനിസ്റ്റർ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു വശത്തുകൂടെ അനുദിനം വ്യവസായങ്ങൾ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിന് കാരണം? അവിടെയാണ് നമ്മൾ ഇവിടുത്തെ കോർപ്പറേഷനെയും LSTD ഡിപ്പാർട്ട്മെന്റിനെയും പ്രതിയാക്കുന്നത്. യാതൊരു ബാധ്യതയുമില്ല.
മാനത്തുനിന്ന് പൊട്ടിവീണതാണ് എന്നാണ് പല കൗൺസിലർമാരുടെയും ചിന്താഗതി. ഞാനിരിക്കേണ്ടടുത്ത് ഞാനിരുന്നില്ലെങ്കിൽ അവിടെ വേറെ പലരും കയറിയിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. കോർപ്പറേഷൻ ഭരിക്കേണ്ടത് മേയറും കൗൺസിലർമാരുമാണ്, ഉദ്യോഗസ്ഥരല്ല. എന്തിനാണ് ജനാധിപത്യ സംവിധാനം നമ്മുടെ നാട്ടില്? അല്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനം മതിയല്ലോ. കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ലൈസൻസ് കൊടുക്കുമ്പോൾ കൊല്ലം കോർപ്പറേഷന് മാത്രം എന്തുകൊണ്ട് ലൈസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നു? ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിയമം കാറ്റിൽ പറ്റുകൊണ്ട് എല്ലാ നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനാണ് ജനമൈത്രി പോലീസൊക്കെ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത്? ജനകീയമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ കേരള ഗവൺമെന്റ് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഞാനുമുണ്ട് ആ കമ്മിറ്റിയിൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയും KHRയുടെ പ്രതിനിധികളും ഒപ്പം തന്നെ LSD ഡിപ്പാർട്ട്മെന്റിന്റെയും ശുചിത്വ മിഷന്റെ പ്രതിനിധിയുടെ ഒരു കമ്മിറ്റി കൂടിയുണ്ടായി. മന്ത്രി നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ശ്രീ രാജേഷ് മിനിസ്റ്റർ അങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ടുവന്നത്. ദൈവം സഹായിച്ചു പറയട്ടെ, ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാവില്ല. കാരണം ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അവരുടെ അഴിമതി നടക്കില്ല, അവരുടെ ഉദ്യോഗസ്ഥരുടെ അധികാരം ഉപയോഗിക്കൽ നടക്കില്ല. ജനകീയമായിട്ട് പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. PCBയിലൂടെ ഒരു ഉദ്യോഗസ്ഥയുണ്ട്, റേച്ചൽ മാഡം എന്നാണ് എനിക്ക് തോന്നുന്നു പേരെടുത്ത് തന്നെ പറയാം. ഒരു ഭയവുമില്ല. മാഡത്തിന്റെ ചിന്താഗതി ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ആള് മാഡമാണെന്നാണ് മാഡത്തിന്റെ ചിന്താഗതി. വരുന്ന ഹോട്ടൽ ഉടമകളോടും മറ്റും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അവരുടെ പദപ്രയോഗങ്ങൾ. രാജീവ് മിനിസ്റ്റർക്ക് തന്നെ ഞാൻ നേരിട്ടൊരു പരാതി കൊടുത്തു. പക്ഷെ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഭരണാധികാരികൾ പഠിക്കാത്തിടത്തോളം കാലം കേരളത്തില് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വരികയില്ല. അപ്പോൾ നല്ലൊരു ഭരണ സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഒരു ജനാധിപത്യ ഗവൺമെന്റ് പാലിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കൊല്ലം കോർപ്പറേഷനോട് എനിക്ക് പറയുവാനുള്ളത്, ലൈസൻസ് തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ലൈസൻസ് തരണ്ട, ലൈസൻസ് ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. കേരളത്തിൽ അതിനൊന്നും ഒരു മടിയില്ല. കാരണം നിയമ സംവിധാനങ്ങൾ, നിയമങ്ങൾ പാലിക്കേണ്ട ചുമതല കോർപ്പറേഷനുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റുള്ള കോർപ്പറേഷനിലും മറ്റുള്ള നഗരസഭകളിലും പഞ്ചായത്തുകളിലും ലൈസൻസ് കൊടുക്കുന്നത്? ഇതേ നിയമം വെച്ചുകൊണ്ടാണ്. ഉറവിട മാലിന്യ സംസ്കരണം കൊണ്ടുവരണമെന്ന് പറയുന്നു. നഗരപാലിക നിയമത്തിൽ എന്താണ് പറയുന്നത്? ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ചുമതല അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതിനവർക്ക് പറ്റില്ല. നിയമത്തിന്റെ ചിലത് വ്യാഖ്യാനിച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ വ്യാപാര മേഖലയെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് സാധിക്കും. അതേ നിയമത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതവർ പാലിക്കുന്നില്ല. 2006 പാർലമെന്റ് പാസാക്കിയ FSS നിയമം, അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ നിയമം പാസാക്കുമ്പോൾ അവിടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് അസ്ഥിരപ്പെട്ടു പോകുന്നു. 2011 FSS നിയമം നമ്മുടെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു. 2011 സംസ്ഥാനത്ത് FSS നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ FSS ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഭക്ഷണം പരിശോധിക്കാനുള്ള അധികാരം. ഒരു ഹെൽത്ത് ഉദ്യോഗസ്ഥർക്കും അധികാരമില്ല. ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് നോക്കാനുള്ള അധികാരം, സാനിറ്റേഷൻ മാത്രം പരിശോധിക്കാനുള്ള അധികാരമേ ഉള്ളൂ. ഇത് മന്ത്രി തന്നെ മൈക്കിൽ കൂടെ പറഞ്ഞു, ചാനലിൽ കൂടെ നമ്മൾ കണ്ടു. പക്ഷെ ഉദ്യോഗസ്ഥരെ സമ്മതിക്കില്ല, കോർപ്പറേഷൻ സമ്മതിക്കില്ല. അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥരെ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. എന്താണ്? ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മുടെ രാജ്യം മാറി. 1954 നിയമം വരുമ്പോൾ ഹോട്ടലുകളിൽ ഫ്രിഡ്ജും ഫ്രീസറും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നിയമത്തിന്റെ ബലത്തിലാണ് ഇവരെടുത്തുകൊണ്ട് പോകുന്നത്. 1954 നിയമം മാറി 2006 നിയമം വരുമ്പോൾ ഫ്രീസറിനകത്ത് വ്യവസ്ഥാപിതമായിട്ട് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാം. ഇന്നലത്തെ ഭക്ഷണം ഇന്ന് കൊടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. എറണാകുളത്തും മറ്റൊക്കെ പഴങ്കഞ്ഞി കൊടുക്കുന്ന കടയുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളർന്നു തന്നെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്നലത്തെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാൻ പാടില്ല. അത് ഇന്നലത്തെ അല്ല, ഇന്നത്തെ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല. മായം ചേർന്ന ഭക്ഷണവസ്തുക്കൾ കൊടുക്കാൻ പാടില്ല. ആരാണ് മായത്തിന്റെ തോത് നിശ്ചയിക്കുന്നത്? ഹോട്ടലുകാരും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉണ്ടാക്കുന്നുണ്ടോ? ഹോട്ടലുകാരും അവർ ഉദ്ദേശിക്കുന്ന റോ മെറ്റീരിയൽസ് അവരുണ്ടാക്കുന്നതാണോ? തേയില അവരുണ്ടാക്കുന്നതാണോ? വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണ സാധനം കഴിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായാൽ ഹോട്ടലുകാരന് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന നിയമമാണ് ഇന്ന് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള FSS നിയമം. എന്നിട്ട് ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. കാരണം നിയമങ്ങൾ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ ആ നിയമം പാലിക്കപ്പെടണം. ആ നിയമം പാലിക്കപ്പെടാതെ
ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണവസ്തുക്കൾ പിടിച്ചെടുത്ത് ഒരു മഹസർ തയ്യാറാക്കുക പോലും ചെയ്യാതെ അവന്റെ പേരിൽ നിയമപരമായി ശിക്ഷിക്കാൻ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥർ അത് പിടിച്ചെടുത്ത് പ്രദർശിപ്പിച്ച് വർഷങ്ങളായിട്ടുണ്ടാക്കിയ അവന്റെ ഇൻഡസ്ട്രിയുടെ പേരും ആ സമൂഹത്തില് കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഹോട്ടലിൽ കയറി ആഹാരം മടിക്കുന്ന രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ എവിടെയാണ് നിയമം പാലിക്കപ്പെടുന്നത്? ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഉള്ളതുപോലെ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടാൻ ഇവിടുത്തെ ഹോട്ടലുകാർക്കും അധികാരമുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട കൗൺസിലർമാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരും മാനത്തുനിന്ന് പൊട്ടി വീണവരല്ല. ഞങ്ങളടക്കമുള്ള സമൂഹം നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടവരാണ്. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ചെറുകിട വ്യാപാരികളും കർഷകരുമാണ്. അവരെ രണ്ടുപേരെയും നിലനിർത്തേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊട്ട് ഇന്ത്യൻ പാർലമെന്റ് പോലുള്ള ജനാധിപത്യ വ്യവസ്ഥിക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അഹങ്കാരമല്ല ഇവിടെ ആവശ്യം. ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നടത്തിക്കൊടുക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ജനാധിപത്യ ജനപ്രതിനിധികളെയാണ് കാലം നാളെ അംഗീകരിക്കുള്ളൂ. കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രാരംഭഘട്ടമാണ്. നാളത്തെ MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ ആകേണ്ടവരാണവർ. അവരാദ്യം ജനാധിപത്യം എന്താണെന്ന് പഠിക്കണം. എങ്ങനെയാണ് ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ജനകീയമായിട്ടൊരു നിയമം നടപ്പിലാക്കേണ്ടതെന്ന് ജനപ്രതിനിധികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. PCBയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇവിടുത്തെ 1 സെന്റും 1/2 സെന്റും 1.5 സെന്റുമുള്ള ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു മാലിന്യ സംസ്കരണ സംവിധാനം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്ത് ചെയ്യണം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നഗരപാലിക നിയമം നിഷ്കർഷിക്കുന്നത് പോലെ ഒരു പൊതു സംവിധാനം കൊണ്ടുവരികയും ആ പൊതു സംവിധാനം പ്രവർത്തിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക ചെലവ് ഈ ഹോട്ടലുകളിൽ നിന്നോ ബേക്കറികളിൽ നിന്നോ ഈടാക്കാനോ സാധിക്കും. ഒന്നും ചെയ്യുന്നില്ല. ഒരു ഭരണ സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നില്ല. കൊച്ചിയിലും മറ്റ് സമൃദ്ധി എന്ന് പറഞ്ഞ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ സമൃദ്ധി? കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള കാര്യമാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ അവർക്ക് ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് മുഴുവൻ രാഷ്ട്രീയത്തിന്റെ ബലം വെച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഭക്ഷണമുണ്ടാക്കി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുക, അല്ലാണ്ട് സാധാരണക്കാർക്കല്ല. കൊച്ചിയിലെ കോർപ്പറേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും വീട്ടിൽ കൊണ്ടുപോകുന്നതും അവരാഹാരം കഴിക്കുന്നതും അവിടുത്തെ പോലീസുകാരടക്കമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരും കഴിക്കുന്നത് ഈ ഭക്ഷണമാണ്. ആരുടെ കാശാണ്? നമ്മുടെ നികുതി പണം. പാവപ്പെട്ട ഹോട്ടലുകാരനാണെങ്കിൽ 10ഉം 15ഉം ടാക്സ് കൊടുക്കണം, GST കൊടുക്കണം, ലേബർ ടാക്സ് കൊടുക്കണം. ഇലക്ട്രിസിറ്റിക്ക് ആണെങ്കിൽ സാധാരണക്കാർക്ക് 4 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 12 രൂപയാണ് ഇലക്ട്രിസിറ്റി ചാർജ്. വാട്ടർ ചാർജ് മാത്രം കൊടുത്താൽ പോരാ, വാട്ടർ ചാർജ് തിരിച്ച് കാനയിലേക്ക് ഒഴിക്കുന്ന അതിനും കാശ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് 70 രൂപയ്ക്ക് 80 രൂപയ്ക്ക് ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരാതികളേ ഉള്ളൂ. ഇപ്പൊ ഗവൺമെന്റ് 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ്. ഒരു വശത്തു കൂടെ ഗവൺമെന്റ് സാമ്പത്തിക ചൂഷണം നടത്തിക്കൊണ്ട് വില കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ധാരണ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടുവാൻ വെറും വോട്ടുകൾക്ക് വേണ്ടി മാത്രം അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ ചെറുകിട പ്രസ്ഥാനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ അരിയോ മറ്റു സാധനങ്ങളോ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ വില നിലവാരം പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല? MSMEയിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. MSMEയിൽ നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം, പക്ഷെ കസേര കയറി ഇരിക്കാൻ പാടില്ല. MSMEയിൽ കസേര കയറി ഇരിക്കാൻ പാടില്ല, കാരണം ആനുകൂല്യങ്ങളൊന്നുമില്ല. നിങ്ങൾ MSMEയിലുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. MSMEയിൽ പ്രൊഡക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായ ചേരുവകൾ നിർത്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നമ്മുടെ അടുക്കള. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിനുള്ള ആനുകൂല്യങ്ങൾ MSMEയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഹോട്ടൽ മേഖലയ്ക്ക് തരണമെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. ഇവിടെ സാധാരണക്കാരുടെ കാര്യങ്ങൾ പരിശോധിക്കാനോ പരിഗണിക്കാനോ പഠിക്കാനോ ഗവൺമെന്റ് തയ്യാറില്ല. നമുക്കറിയാം കോർപ്പറേറ്റ് കമ്പനികൾ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, വലിയ വലിയ ആളുകളൊക്കെ ഇവിടെ ഓരോ പരിപാടികൾ അവരെ വേണ്ടി കല്യാണം വന്നപ്പോൾ ഒരു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ പോകും. സാധാരണക്കാരൻ്റെ ഒരു വിഷയം പഠിക്കാനായിട്ടോ അതിനു വേണ്ടിയിട്ടോ ഇവിടെ ആർക്കും സമയമില്ലാത്തൊരു സാഹചര്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുകിട പ്രസ്ഥാനങ്ങൾ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ട്. കാരണം ഇത് ഉപജീവനത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളില്ല ഉപജീവനത്തിന്. ഓരോ ദിവസം ചെല്ലുന്തോറും ചെറുകിട വ്യാപാരികൾ അടച്ചു പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തു കൂടെ വിലക്കയറ്റം, വില കൂട്ടാൻ സാധിക്കുന്നില്ല. വേറെ വസ്തു കൂടെ PCBയുടെ നിയമങ്ങൾ, മറ്റൊരു വസ്തു കൂടെ ലൈസൻസ് തരുന്നില്ല. ലൈസൻസ് തരാത്തൊക്കെ ഒരു ധാർഷ്ട്യമാണ്. ബഹുമാനപ്പെട്ട മേയറോട് ഇവിടുത്തെ
ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ പോയി സംസാരിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ധാർഷ്ട്യമാണ്, നടക്കില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ തരും, ഞങ്ങൾക്ക് തോന്നിയാൽ തരും, നിങ്ങൾ വേണമെങ്കിൽ ജീവിച്ചാൽ മതി, നിങ്ങൾ വേണമെങ്കിൽ കട നടത്തിയാൽ മതി. അതല്ല, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്ന് നിങ്ങളുടെ കടയിൽ പരിശോധന നടത്തി നിങ്ങളുടെ കട പൂട്ടും, ഞങ്ങൾ പൂട്ടിക്കും. ആ ധാർഷ്ട്യത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞുപോയി. അങ്ങനെ പേടിപ്പീരിന്റെ കാലവും കഴിഞ്ഞുപോയി. ഞങ്ങളും സാധാരണക്കാരാണ്, സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾക്കുമുണ്ട് വോട്ടവകാശം. കേരളത്തിലെ പ്രബലമായ ഒരു വോട്ടവകാശമുള്ള ഒരു സംഘടന തന്നെയാണ്. തിരിച്ചോട്ട് ചെയ്യാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിന്ന് അതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രമുണ്ട് എന്നുകൂടി അവസരത്തിൽ കോർപ്പറേഷൻ അധികാരികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ടൊരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ അവസരത്തിൽ എനിക്ക് കോർപ്പറേഷൻ അധികാരികളോട് ഏറ്റവും വിനയമായിട്ട് പറയുവാനുള്ളത്, അടിയന്തരമായിട്ട് കൊല്ലത്തെ ഹോട്ടൽ ഉടമകൾക്ക് ലൈസൻസ് കൊടുക്കണം, കൊടുത്തേ തീരൂ. കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം കൊല്ലക്കാരുടെ മാത്രം വിഷയമായിട്ട് അത് എടുക്കില്ല. കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകാരും ഈ കോർപ്പറേഷന്റെ മുമ്പിൽ വന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനും മടിക്കില്ല എന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയറോടും മറ്റ് അധികാരികളോടും ഏറ്റവും വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഭീഷണിയല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വേറെ ഉപജീവനമില്ല, മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി ഒരിക്കലും ജനാധിപത്യ സർക്കാരിനോടോ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുത്ത ഒരു ഉദ്യോഗസ്ഥരോടോ അതല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോടോ ഭീഷണി ഞങ്ങൾക്കില്ല. പക്ഷെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ നമുക്കറിയാം, പലപ്പോഴും പലതിലും മാറുന്നത് സ്വന്തം അരിമുട്ടിപ്പോകുമ്പോഴാണ്. ഇപ്പം നമുക്ക് മറ്റോ നിയന്ത്രണങ്ങളൊക്കെ ബാധകമല്ലാതെ വരും. അപ്പം ആ രീതിയിലേക്ക് ഞങ്ങളെ മാറ്റരുത് എന്ന് മാത്രമാണ് കോർപ്പറേഷൻ അധികാരികളോട് പറയുവാനുള്ളത്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇന്നത്തെ വില നിലവാരം ഈ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഹോട്ടലുകളിൽ മാത്രമല്ല വിലക്കയറ്റം ഉണ്ടാവുക. ഓരോ ദിവസവും കുടുംബത്തിന്റെ നമ്മുടെ വീട്ടിലെ അടുക്കള തന്നെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോട്ടലുകാരനും ഒരു കുടുംബം കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇന്നിപ്പോ അത് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ആരാണ് സാധാരണ രീതിയിൽ ഒരു ഭരണം നടക്കുമ്പോൾ വില കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിപക്ഷമാണ് സമരത്തിന് പോകുന്നത്. ഇവിടെ പ്രതിപക്ഷം എങ്ങോട്ടാണ് പോകുന്നത്? എവിടാണ്ടൊരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രജിസ്ട്രാർ ഗവർണർ സസ്പെൻഡ് ചെയ്തു, അവരെ തിരിച്ചെടുക്കണം. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടി തള്ളിക്കയറുന്നു. അതൊന്നും വേണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ. പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇവിടെ ഏത് പ്രതിപക്ഷ കക്ഷിയാണ് ഇപ്പൊ സമരം ചെയ്യുന്നത്? ഇത്രയേറെ വിലക്കയറ്റം ഉണ്ടായിട്ട് എവിടെയെങ്കിലും സമരം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ പ്രതിപക്ഷ കക്ഷികളായാലും ഭരണപക്ഷ കക്ഷികളായാലും സമൂഹത്തെ നേരിടുന്ന വിഷയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടുവാനും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ഈ വിലക്കയറ്റത്തിനെതിരെ ഗവൺമെന്റിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിലക്കയറ്റം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുവാനും നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരിക്കൽ കൂടി കൊല്ലത്തെ പ്രിയപ്പെട്ട ഹോട്ടൽ ഉടമകളോട് പറയുന്നു, ലൈസൻസ് തന്നില്ലാത്ത വിഷയത്തിൽ കോർപ്പറേഷൻ ഇനിയും നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ കൊല്ലത്തെ ഹോട്ടലുകാർ ഒറ്റയ്ക്കല്ല, കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകാരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടുത്തെ ഈ പ്രതിഷേധ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രസംഗം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്നതിന്റെ കാരണങ്ങളെ പറ്റിയൊക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മള് വർഷങ്ങളായി ലൈസൻസിന് വേണ്ടി ഈ അധികാരികളുടെ മുന്നിൽ കേഴുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ ലൈസൻസ് ഇല്ലാത്ത പരിപാടി ചെയ്യാം, അത് തട്ടുകട നടത്തിയാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതീകാത്മകമായി നമ്മൾ തട്ടുകടയും ഉരുട്ടി അവിടുന്ന് ഈ 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയെങ്കിലും ഈ അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ഉദ്ഘാടക പ്രസംഗൻ പറഞ്ഞതുപോലെ അതിക്രൂരമായ നിലയിലേക്ക് സമരങ്ങളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങും. അത് ഈ പറയുന്ന കണക്ക് ഒരു ഭീഷണിയൊന്നുമല്ല, ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സമരം ഞങ്ങൾ യഥാർത്ഥത്തിൽ നിരവധി പ്രാവശ്യം ഈ ഓഫീസിനുള്ളിൽ ഇതിന്റെ അധികാരികളുമായി ഞങ്ങൾ താണുകയാണ് അപേക്ഷിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ലൈസൻസുകൾ നിങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ നിയമം നിങ്ങൾ പുനഃപരിശോധിക്കണം, പൊതു സംവിധാനം ഏർപ്പെടുത്തണം എന്നൊക്കെ നിരന്തരമായി മാറി മാറി വന്നിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ നേരിൽ കണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ ഇവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചു ഈ സമരം ഞാൻ നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു. കഴിഞ്ഞ 12-ാം തീയതി പ്രഖ്യാപിച്ച സമരമായിരുന്നു ഇത്. അപ്പോഴാണ് ഇവിടുന്ന് മേയർ നമ്മളെ വിളിച്ചു പറയുകയുണ്ടായി, 12-ാം തീയതി നമുക്കിവിടെ കൗൺസിലുണ്ട്, അതിൽ വെച്ച് നിങ്ങളുടെ തീരുമാനങ്ങളാകുമെന്ന്. അങ്ങനെ ഞങ്ങൾ സമരം മാറ്റിവെച്ചു.
അപ്പം 12-ാം തീയതി 13-ാം തീയതി വിളിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അത് ഞങ്ങൾ അജണ്ടയിൽ പോലും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ 19-ാം തീയതി ഈ സമരം ഏറ്റെടുത്തുള്ളത്. ഈ സമരം കേരളത്തിൽ ഉടനീളം നടക്കുകയാണ്. 14 ജില്ലകളിലും അതിശക്തമായ സമരങ്ങൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോഴും നടന്നു വരുന്നു. അങ്ങനെ ഈ സമരം ചെയ്യേണ്ടി വരുന്നത് നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ പറയുന്നത് പോലെ ഞങ്ങൾ പഠിച്ച ഈ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ ആരെയും അട്ടിമറിക്കാനോ മാറ്റിമറിക്കാനോ ഒന്നും തന്നെയല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങളുമൊക്കെ ഈ കടകൾ പ്രസ്ഥാനങ്ങൾ നഷ്ടത്തിലായാലും നടത്തിക്കൊണ്ടു പോകുന്നത് ഞങ്ങൾ പഠിച്ച തൊഴിൽ എങ്ങനെയെങ്കിലും ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തണം എന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് ഈ സമരം, ഈ സൂചനാ സമരം നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ ഇനിയും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ, ഈ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പറയേണ്ട കാര്യങ്ങൾ 99% ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരാണ് ഈ ബിസിനസ്സിലോട്ട് ഏറ്റവും കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുമായിട്ട് സഹകരിച്ച എല്ലാ അഭ്യുതകാംക്ഷികൾക്കും ആദ്യമായി നന്ദി പറയുകയാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ പൊല്യൂഷൻ്റെ പ്രശ്നം പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചാൽ അത് സക്സസ് ആവത്തില്ലെന്നുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥർക്കും അറിയാം, ഇത് പറയുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ചെയ്ത പലരും പലതും പ്രശ്നങ്ങളായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ടും ഹോട്ടലുകാരെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഹോട്ടൽ നീങ്ങുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണങ്ങൾ നമ്മൾക്കെല്ലാം അറിയാം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും ഹോട്ടലുകൾക്ക് ലൈസൻസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ ഈ സമരം നടത്തിയിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം, ഇത് എത്രത്തോളം അപ്രായോഗികമായ കാര്യം നമുക്കറിയാം. പ്ലാസ്റ്റിക് നിരോധിച്ചു കഴിഞ്ഞാൽ അതിന് പകരം കൊണ്ടുവരുന്ന പേപ്പർ കവർ എന്നുള്ള സാധനം ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനം തന്നെയാണ്. ഇത്രയും പ്ലാസ്റ്റിക് നിരോധിച്ചാൽ ഇത്രയും പേപ്പർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മരങ്ങൾ മുറിക്കണം, ഇത്രത്തോളം പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക് നിരോധനം. ബദലായിട്ട് കൊണ്ടുവരേണ്ടത് പ്ലാസ്റ്റിക് വൃത്തിയായിട്ട് സംസ്കരിക്കാനുള്ള, റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ്. അത്തരം സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കാതെ പ്ലാസ്റ്റിക് നിരോധിക്കുക, പ്ലാസ്റ്റിക്കിനെ ഒരു വല്ലാത്ത പ്രകൃതി വിരോധമായ സംഗതിയായി അവതരിപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള സംഗതിയാണ് പലപ്പോഴും. അത്രയും പ്ലാനിങ് ഇല്ലാതെ കുറേ നിയമങ്ങൾ സംവിധാനം ചെയ്യുന്നവർ ഉദ്ദേശിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.